നെക്സ്റ്റ് ഈസ് ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻസ്. അതായത് ഈ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നോ അതിലധികമോ അൺനോൺസിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. ഒരു ഇക്വേഷനിൽ നിന്ന് ഒന്നോ അതിലധികമോ അൺനോൺസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. ആ അൺനോൺസിൻ്റെ വാല്യൂസ് എല്ലാം ഇൻറ്റീജർ വാല്യൂസ് ആയിരിക്കും വേണം. അങ്ങനെയുള്ള ഇക്വേഷൻസിലാണ് നമ്മൾ ഡൈഫൻറ്റൈൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ്റെ എക്സാമ്പിളാണ് AX + BY = C എന്ന് പറയുന്നത്. അതിൽ എക്സും വൈയും അതിൻ്റെ സൊല്യൂഷൻസ് ആണ്. നമുക്ക് അൺനോൺസ് ആയിട്ട് പറയാം. ഇതിൽ എയും ബിയും ഒന്നിച്ച് 0 ആവാൻ പാടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സും വൈയും അതിൻ്റെ സൊല്യൂഷൻസ് ആണ്. ഇതൊരു ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് ഒരു ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷന് ഒന്നോ അതിലധികമോ എന്തുണ്ടായിരിക്കാം സൊല്യൂഷൻസ് പോസിബിളാണ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 3x + 6y = 18. ഓക്കെ, എക്സിനും വൈനും പോസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 4ഉം 1ഉം എടുത്തു കഴിഞ്ഞാൽ ആൻസർ കറക്റ്റാണ്. അപ്പോൾ എക്സിന് 4ഉം വൈക്ക് 1ഉം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 12 + 6 = 18. അത് കറക്റ്റാണ്. അതല്ലെങ്കിൽ എക്സിന് -1ഉം -6ഉം വൈക്ക് 6ഉം എടുത്താലും ഇത് കറക്റ്റാവും. അതുപോലെ x2ന് 10 എടുത്താലും y2 എന്നുള്ളത് രണ്ടാമത്തെ സൊല്യൂഷനെ ഉദ്ദേശിക്കുന്നുള്ളൂ. y2 എന്നുള്ളത് -2, എക്സും വൈയും തന്നെയാണ്. എക്സിന് 10 എന്നും വൈക്ക് -2 എന്നെടുത്താലും ഇത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ സൊല്യൂഷൻസ് ആണ്. അപ്പോൾ ഡൈഫൻറ്റൈൻ ഇക്വേഷൻസിന് ഒന്നിലധികം സൊല്യൂഷൻസ് പോസിബിളാണ്. ചില കേസിൽ സൊല്യൂഷൻസ് ഇല്ലാത്ത അവസ്ഥയും ഉണ്ടാവാറുണ്ട്. സൊല്യൂഷൻ പോസിബിൾ അല്ലാത്ത ഡൈഫൻറ്റൈൻ ഇക്വേഷൻസും ഉണ്ട്. അതായത് ഒരു എക്സാമ്പിൾ നോക്കാം. 2x + 8y = 13. അങ്ങനെ ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ഇൻറ്റീജർ സൊല്യൂഷൻ ഉണ്ടാവില്ലേ? 2x + 8y = 13ന് ഒരു ഇൻറ്റീജർ സൊല്യൂഷൻ പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ എന്താ വരുന്നത്? 2x എക്സിനും വൈനും ഏത് വാല്യൂ കൊടുക്കുകയാണെങ്കിലും 2ൻ്റെയും 8ൻ്റെയും കോമ്പിനേഷൻസ് ആണ് വരിക, അല്ലേ? മൾട്ടിപ്പിൾസ് ആണ് വരിക. അപ്പോൾ എന്താ വരിക? അതെല്ലാം ഈവൺ നമ്പേഴ്സാണ് വരിക. 2ൻ്റെയും 8ൻ്റെയും മൾട്ടിപ്പിൾസ് എല്ലാം ഈവൺ നമ്പേഴ്സാണ് വരിക. എക്സിനും വൈക്കും ഏത് വാല്യൂ കൊടുത്താലും ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പറാണ് വരിക, അല്ലേ? റൈറ്റ് സൈഡോ 13 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ഈവൺ നമ്പർ ഓഡ് നമ്പറിനോട് ഈക്വൽ ആവുമോ? ഇല്ല. അപ്പോൾ എക്സിനും വൈക്കും ഒരു ഇൻറ്റീജർ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിനർത്ഥം ഈ ഇക്വേഷൻ എന്തില്ല? ഒരു ഇൻറ്റീജർ സൊല്യൂഷൻ പോസിബിൾ അല്ല, അതിന് സൊല്യൂഷൻസ് ഇല്ല. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ പറയാണ്. സോൾവ് ദി ഫോളോയിങ് എപ്പിഗ്രാം പ്രോബ്ലം. അതായത് ഈ ഡൈഫൻറ്റൻസിൻ്റെ ബോയ്ഹുഡിനെ കുറിച്ച് പറയുകയാണ്. ഓക്കെ, അയാളുടെ ലൈഫിൽ ബോയ്ഹുഡ് ലാസ്റ്റ് ചെയ്തത് 1/6 ഓഫ് ഹിസ് ലൈഫ് എന്നാണ് പറയുന്നത്. അയാളുടെ മൊത്തം ലൈഫിൻ്റെ 1/6 പോർഷനാണ് ബോയ്ഹുഡ് ആയിരുന്നത്. ഹിസ് ബിയർഡ് ഗ്രൂ ആഫ്റ്റർ 1/12 മോർ. അതായത് അയാളുടെ നെക്സ്റ്റ് കാലഘട്ടം അത് 1/12 മോർ എന്നാണ് പറഞ്ഞേക്കണേ. ആഫ്റ്റർ 1/7 മോർ ഹി മാരീഡ്. ഓക്കെ, അതിനുശേഷം ഹിസ് സൺ വാസ് ബോൺ 5 years later. And the son lived to half his father's age, and the father died 4 years after his son. Then at what age Diophantus died? അപ്പോൾ ഈ ഡൈഫൻറ്റസ് ഡൈ ചെയ്ത എത്രയും വർഷം ജീവിച്ചു അതാണ് ഉദ്ദേശിക്കുന്നത്. എത്രയും വർഷം ജീവിച്ചു, അതിൻ്റെ എത്ര പാർട്ടുകൾ ഓരോന്നിനായിട്ട് അയാൾ മാറ്റി വെച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാളുടെ ബോയ്ഹുഡ്, പിന്നെ അയാളുടെ എന്താ പറയുക, അയാളുടെ ടീനേജ്, അതിനുശേഷം പിന്നെ മാരീഡായി എന്ന് പറഞ്ഞു. അതിന് ശേഷം മകൻ ജനിച്ചു, പിന്നെ മകൻ്റെ കാലഘട്ടം, അങ്ങനെ ഓരോ കാലഘട്ടങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ മൊത്തം അയാളുടെ ജനനം തൊട്ട് മരണം വരെയുള്ള കാലഘട്ടത്തിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ അയാളുടെ ഏജ്, അയാൾ ജനനം തൊട്ട് മരണം വരെയുള്ള സമയത്തിനെയാണല്ലോ നമ്മൾ അയാളുടെ ഏജ് എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് എക്സ് ആണെങ്കിൽ ആ എക്സിനെ എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? 1/6 എക്സ്. എക്സിൻ്റെ 1/6 പോർഷനാണ് അയാളുടെ ബോയ്ഹുഡ് ആയിരുന്നത്. അതുപോലെ തന്നെ 1/12 പോർഷനാണ് അയാളുടെ ടീനേജ് ആയിരുന്നത്. അതുപോലെ 1/7 എക്സ് + 5 + 1/12 എക്സ് + 4 ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? അയാളുടെ എന്താ പറയുക, അയാളുടെ ഏജ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് എക്സിനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്താണ്? അതൊരു ഡൈഫൻറ്റൈൻ ഇക്വേഷനാണ്. ഇനി അതിനൊരു സൊല്യൂഷൻ ഉണ്ട്, x = 84. അതായത് ഇതൊക്കെ കൂടി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്, അയാളുടെ ഏജ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. x = 84. അപ്പോൾ 84ാമത്തെ വയസ്സിലാണ് അയാൾ മരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു തിയറാണ്. ദ ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ AX + BY = C ഹാസ് എ സൊല്യൂഷൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് D divides C, where D = GCD of AB.
അതായത് എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്നുള്ള ഡൈഫൻറ്റൈൻ ഇക്വേഷന് ഒരു സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ എയുടെയും ബിയുടെയും ജി സി ഡി ആയിട്ടുള്ള ഡി സിനെ ഡിവൈഡ് ചെയ്യണം. ഡി ഡിവൈഡ് സി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന് സൊല്യൂഷൻ പോസിബിൾ ആവുള്ളൂ എന്നാണ് ഈ തിയറം പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്തെടുക്കാം? ഇഫ് ഡി ഈക്വൽ ടു ജി സി ഡി ഓഫ് എ ബി. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, then there are integers r and s for which a equal to dr and b equal to ds. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ജി സി ഡി എന്ന് പറയുന്നത് എന്താണ്? ഈ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറാണ്. അപ്പോൾ ഡി എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ഒരു കോമൺ ഫാക്ടറാണ്. കോമൺ ഫാക്ടർ ആണെങ്കിൽ എനെ നമുക്ക് എന്ത് വിളിക്കാം? ഡി ഇൻറ്റു സം ആർ അല്ലേ? ഏതെങ്കിലും ഒരു ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ കിട്ടും. അതുപോലെ ബി ഈക്വൽ ടു ഡി ഇൻറ്റു എസ് എന്നും നമുക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? ഇത് ജി സി ഡി ആണ്. ഡി ഡിവൈഡ് സി ആണെങ്കിൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഡി ഡിവൈഡ് സി അല്ല, എ എക്സ് പ്ലസ് ബി വൈക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഡി ഡിവൈഡ് സി ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുകയാണ്, ഇഫ് എ സൊല്യൂഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എക്സിസ്റ്റ്. അതിനൊരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എടുക്കുക. എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ ജി സി ഡി സിനെ ഡിവൈഡ് ചെയ്യുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ എടുക്കുകയാണ് ആൽഫയും ബീറ്റയും. അതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ ആൽഫ പ്ലസ് ബി ബീറ്റ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ ആൻസർ കിട്ടും? സി എന്ന് തന്നെ ആൻസർ കിട്ടും. ഓക്കെ, ആൽഫയും ബീറ്റയും സൊല്യൂഷൻസ് ആയതുകൊണ്ട് എക്സിൻ്റെയും വൈൻ്റെയും പ്ലേസിൽ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ആൽഫ പ്ലസ് ബി ബീറ്റ ഈക്വൽ ടു സി എന്ന് കിട്ടും ഫോർ സ്യൂട്ടബിൾ ആൽഫ ആൻഡ് ബീറ്റ. ദെൻ സി ഈക്വൽ ടു ആക്ച്വലി എ എക്സ് പ്ലസ് ബി വൈ ആണ്. അതിനെ നമുക്ക് എ ആൽഫ പ്ലസ് ബി ബീറ്റ എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എ ഈക്വൽ ടു ഡി ആർ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എക്ക് പകരം ഡി ആറും ബിക്ക് പകരം ഡി എസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡി ആർ ആൽഫ പ്ലസ് ഡി എസ് ബീറ്റ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു ആർ ആൽഫ പ്ലസ് എസ് ബീറ്റ. അതായത് നമുക്ക് ആക്ച്വലി നമുക്കിപ്പോൾ എന്താണ് കിട്ടിയത്? നമുക്ക് കിട്ടിയത് ഈ സി ഈക്വൽ ടു ഡി ഇൻറ്റു ആർ ആൽഫ പ്ലസ് എസ് ബീറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡി. അതിൻ്റെ അർത്ഥം എന്താ? ഡി എന്ന് പറയുന്നത് സിനെ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി തിരിച്ച് കോൺവേഴ്സ്ലി അസ്യൂം ദാറ്റ് ഡി ഡിവൈഡ് സി. ഡി സിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ സി ക്യാൻ ബി റിട്ടൺ ആസ് ഡി ഇൻറ്റു ഇ. മൾട്ടിപ്പിൾ ഓഫ് ഡി ആണെന്ന് എഴുതാൻ പറ്റും, ഡി ഇൻറ്റു ഇ. ഓൾറെഡി നമുക്കറിയാം ഡി ഈക്വൽ ടു ജി സി ഡി ഓഫ് എ ബി ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ജി സി ഡി ഓഫ് എ ബി ആണെങ്കിൽ നമുക്ക് രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും, രണ്ട് ഇൻറ്റിജേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും, ആറും എസും, സച്ച് ദാറ്റ് ഡി ഈക്വൽ ടു എ ആർ പ്ലസ് ബി എസ് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. ഏത് ജി സി ഡിനെയും എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഡി ഈക്വൽ ടു എ ആർ പ്ലസ് എസ് ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സി ഈക്വൽ ടു ഡി ഇ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? സി ഈക്വൽ ടു ഡി ഇ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഡിക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? ആർ എ പ്ലസ് എസ് ബി ഇൻറ്റു ഇ ദറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ആർ ഇ പ്ലസ് ബി ഇൻറ്റു എസ് ഇ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, എ ഇൻറ്റു ആർ ഇ പ്ലസ് ബി ഇൻറ്റു എസ് ഇ. അതിൻ്റെ അർത്ഥം എന്താ? സി ഈക്വൽ ടു എ ഇൻറ്റു ആർ ഇ പ്ലസ് ബി ഇൻറ്റു എസ് ഇ എന്നാണ് കിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്താ? എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്നുള്ള ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനാണ് ആർ ഇ ആൻഡ് എസ് സി എന്നല്ലേ കിട്ടുന്നത്. അതായത് എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്നുള്ളതിന് പകരം എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്നുള്ളതിൽ എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ആർ ഇ എന്നും കൊടുക്കാം, വൈക്ക് പകരം എന്ത് കൊടുക്കാം? എസ് ഇ എന്നും കൊടുക്കാം. അപ്പോൾ ആ സൊല്യൂഷൻസാണ് ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആർ ഇ ആൻഡ് എസ് ഇ ആർ സൊല്യൂഷൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഡി ഡിവൈഡ് സിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ ആ ഭാഗവും നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി അടുത്ത തിയറം, ദ ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി ഹാസ് എ സൊല്യൂഷൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി ഡിവൈഡ് സി വേർ ഡി ഈക്വൽ ടു ജി സി ഡി ഓഫ് എ ബി. അത് ഓൾറെഡി നമ്മൾ തിയറം 1 പ്രൂവ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് മാത്രമാണ് നമ്മൾ ഇതിൽ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇഫ് എക്സ് നോട്ട് വൈ നോട്ട് ഈസ് എനി പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ ദെൻ ഓൾ അതർ സൊല്യൂഷൻസ് ആർ ഗിവൺ ബൈ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ഇൻറ്റു ടി ആൻഡ് വൈ ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ഇൻറ്റു ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. നമുക്ക് സെക്കൻഡ് പാർട്ട് മാത്രമാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം?
ഇഫ് എക്സ് ഡാഷ് വൈ ഡാഷ് ഈസ് എനി അതർ സൊല്യൂഷൻ, അപ്പോൾ ഓൾറെഡി നമുക്കറിയാം എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സിക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടെന്നറിയാം. അത് എക്സ് നോട്ട് വൈ നോട്ടാണ്, നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഓക്കെ, എക്സ് നോട്ട് വൈ നോട്ടാണ് അതിൻ്റെ സൊല്യൂഷൻ. നമ്മളിനി വീണ്ടും എടുക്കുകയാണ്. ലെറ്റ് എക്സ് ഡാഷ് വൈ ഡാഷ് ബി എനി അതർ സൊല്യൂഷൻ, ദെൻ നമുക്ക് എന്തെഴുതാൻ പറ്റും? എ എക്സ് ഡാഷ് പ്ലസ് ബി വൈ ഡാഷ് ഈക്വൽ ടു സി എന്ന് എഴുതാൻ പറ്റും. അതായത് എ എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട് ഈക്വൽ ടു സിക്ക് പകരം വീണ്ടും ഒരു എക്സ്പ്രഷൻ കൂടി എഴുതാം, എ എക്സ് ഡാഷ് പ്ലസ് ബി വൈ ഡാഷ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അത് രണ്ടും ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു ബി ഇൻറ്റു വൈ മൈനസ് വൈ ഡാഷ്. അതായത് ഈ എഴുതിയിട്ടുള്ള രണ്ട് ഇക്വേഷൻസും കൂടി കമ്പയർ ചെയ്തിട്ടാണ് നമ്മളിത് എഴുതിയിരിക്കുന്നത് കേട്ടോ. എ ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു ബി ഇൻറ്റു വൈ നോട്ട് മൈനസ് വൈ ഡാഷ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുകയാണ്. കഴിഞ്ഞ GCD പഠിച്ച സമയത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. GCD ഓഫ് എ ബി ഈക്വൽ ടു ഡി ആണെങ്കിൽ എ ബൈ ഡി കോമ ബി ബൈ ഡിയുടെ GCD 1 ആയിരിക്കും. അതായത് എ ബൈ ഡിയും ബി ബൈ ഡിയും റിലേറ്റീവ്ലി പ്രൈം ആണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും എ ബൈ ഡിയും ബി ബൈ ഡിയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ എ ബൈ ഡിനെയും ബി ബൈ ഡിനെയും നമുക്ക് ആർ എസ് എന്ന് വിളിക്കാം. അതായത് രണ്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സാണ് ആറും എസും എങ്കിൽ എ ബൈ ഡിക്ക് ഒരു വാല്യൂ കൊടുക്കുകയാണ് ആർ എന്ന്, അതുപോലെ തന്നെ ബി ബൈ ഡിക്ക് ഒരു വാല്യൂ കൊടുക്കുകയാണ് എസ് എന്ന്. ഇപ്പോൾ എ ബൈ ഡിയുടെയും ബി ബൈ ഡിയുടെയും GCD 1 ആയതുകൊണ്ടാണ് റിലേറ്റീവ്ലി പ്രൈം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് ആറും എസ് എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ആറും എസും എന്തായിരിക്കും? റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻറ്റീജേഴ്സ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ബൈ ഡി ഈക്വൽ ടു ആർ ആണെങ്കിൽ എ ഈക്വൽ ടു ഡി ആർ എന്നും ബി ഈക്വൽ ടു ഡി എസ് എന്നും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ആ വാല്യൂ നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്താ വരിക? നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്തായിരുന്നു? എ ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു ബി ഇൻറ്റു വൈ നോട്ട് മൈനസ് വൈ ഡാഷ് എന്നായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഇക്വേഷൻ. അതിൽ എക്ക് പകരം എന്ത് കൊടുക്കുക? ഡി ആർ കൊടുക്കുക. എക്ക് പകരം ഡി ആർ കൊടുക്കുക. ഡി ആർ എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു റൈറ്റ് സൈഡ് ബിക്ക് പകരം എന്താ കൊടുക്കേണ്ടത്? ഡി എസ് വൈ നോട്ട് മൈനസ് വൈ നോട്ട് ഡാഷ്. ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത്. ഓക്കെ, ഈ ഇക്വേഷനിൽ അതിൽ ഡി രണ്ടിലും കോമൺ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡി ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്ക് അങ്ങനെ കിട്ടുന്നതാണ് ആർ ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു എസ് ഇൻറ്റു വൈ നോട്ട് മൈനസ് വൈ ഡാഷ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ആറിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് ഇൻറ്റു സംതിങ് എന്ന് കിട്ടി. അതെ, അതിൻ്റെ അർത്ഥം എന്താ? ആർ ഡിവൈഡ്സ് എസ് ഇൻറ്റു വൈ നോട്ട് മൈനസ് വൈ ഡാഷ് എന്നാണ്. ഓക്കെ, അതായത് ആർ എന്ന് പറയുന്നത്, അതായത് എസ് ഇൻറ്റു വൈ നോട്ട് മൈനസ് വൈ ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സം ആർ ഇൻറ്റു സം ടേം എന്ന് എഴുതാൻ പറ്റും. ആ ടേമിന് എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് എന്നിവർ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആർ ഡിവൈഡ്സ് എസ് ഇൻറ്റു വൈ നോട്ട് മൈനസ് വൈ ഡാഷ് എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ആറും എസും എങ്ങനെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? റിലേറ്റീവ്ലി പ്രൈം എന്നാണെന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ അത് തന്നെ GCD എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് റിസൾട്ട്സ് നമ്മൾ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടണം? ഈ രണ്ട് റിസൾട്ടുകൾ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ആർ എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആറിനും എസിനും കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആറ് ഏതിനെ മാത്രമായിരിക്കും ഡിവൈഡ് ചെയ്യുക? വൈ നോട്ട് മൈനസ് വൈ ഡാഷിനെ ആയിരിക്കും ഡിവൈഡ് ചെയ്യേണ്ടാവുക അല്ലേ? അതൊക്കെ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള തിയറംസ് ആണ് കേട്ടോ. അപ്പോൾ എ ഡിവൈഡ്സ് ബി സി ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എ ഡിവൈഡ്സ് ബി സി ആൻഡ് എ ആൻഡ് ബി ആർ റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ എ ഡിവൈഡ് സി ആയിരിക്കും. ഇതൊക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ആർ എന്ന് പറയുന്നത് എസിനെ ഡിവൈഡ് ചെയ്യില്ല, പകരം ഏതിനെ മാത്രമേ ഡിവൈഡ് ചെയ്യുള്ളൂ? വൈ നോട്ട് മൈനസ് വൈ ഡാഷിനെ മാത്രമേ ഡിവൈഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ആർ ഡിവൈഡ്സ് വൈ നോട്ട് മൈനസ് വൈ ഡാഷ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ വൈ നോട്ട് മൈനസ് വൈ ഡാഷ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ആർ എന്നല്ല അതിൻ്റെ അർത്ഥം. അതിനെ നമുക്ക് ആർ ടി എന്ന് വിളിക്കുകയാണ്. ഒരു ടി ഇൻറ്റീജർ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? വൈ നോട്ട് മൈനസ് വൈ ഡാഷ് ഈക്വൽ ടു ആർ ഇൻറ്റു സം ടി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ആ വാല്യൂ വൈ നോട്ട് മൈനസ് വൈ ഡാഷ് ഈക്വൽ ടു ആർ ടി എന്നുള്ള വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വൈ നോട്ട് മൈനസിന് പകരം ആർ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുക? ഇറ്റ് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു ആർ ടി എന്നാണ് കിട്ടുക അല്ലേ? എസ് ഇൻറ്റു ആർ ടി. ഇതിൽ രണ്ട് സൈഡിലും ആർ ഉള്ളത് കൊണ്ട് ഈ ആറിനെയും ഈ ആറിനെയും നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബാക്കി എന്താ കിട്ടുക? എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു എസ് ടി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? ഇപ്പോൾ വൈ നോട്ട് മൈനസ് വൈ ഡാഷ് ഈക്വൽ ടു ആർ ടി എന്നും കിട്ടിയിട്ടുണ്ട്. എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു എസ് ടി എന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ആറിനും എസിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എസ് ടി ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ബി ബൈ ഡി എന്ന് കൊടുക്കാം. അതുപോലെ വൈ നോട്ട്
വൈ ഡാഷ് ഈക്വൽ ടു വൈ നോട്ട് മൈനസ് ആർ ടി ആണ്. ദറ്റ് ഈസ് വൈ നോട്ട് മൈനസ് ആറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, എ ബൈ ഡി ടി എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ സൊല്യൂഷൻസ് ആയി. അപ്പോൾ എ എക്സ് ഡാഷ് പ്ലസ് ബി വൈ ഡാഷ് ഈക്വൽ ടു എന്തെഴുതാം, എ ഇൻറ്റു എക്സ് നോട്ടിന് പകരം, എക്സ് നോട്ട് ഓൾറെഡി നമ്മുടെ ഒരു സൊല്യൂഷനാണ്, അപ്പോൾ അതിന് പകരം നമുക്ക് അടുത്ത സൊല്യൂഷൻ എന്ത് കിട്ടി, എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ടി പ്ലസ് ബി ഇൻറ്റു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ടി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ക്ലബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, പരസ്പരം ക്ലബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, എ എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട് സൊല്യൂഷൻസ് ആയതുകൊണ്ട് അത് സി ആണ്, പ്ലസ് എ ബി ബൈ ഡി മൈനസ് എ ബി ബൈ ഡി തന്നെയാണ് കിട്ടുക. അപ്പോൾ അത് 0 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ സി. അതായത് എക്സ് ഡാഷ് വൈ ഡാഷ് എന്നുള്ളത് വീണ്ടും എന്തായിട്ട് തന്നെ കിട്ടുന്നുണ്ട്, സൊല്യൂഷനായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എക്സ് നോട്ട് വൈ നോട്ട് ഓൾറെഡി സൊല്യൂഷൻ ആണെങ്കിൽ എക്സ് ഡാഷ് വൈ ഡാഷ് വേറെ സൊല്യൂഷൻ ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ നമുക്കത് സൊല്യൂഷൻ ആണെന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ, എക്സ് നോട്ട് വൈ നോട്ട് സൊല്യൂഷൻ ആണെങ്കിൽ എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ഇൻറ്റു ടിയും വൈ നോട്ട് മൈനസ് എ ബൈ ഡി ഇൻറ്റു ടി എഗെയിൻ ഒരു സൊല്യൂഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കുന്നത്, എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സിക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. കാരണം എന്താ, എക്സും വൈയും സൊല്യൂഷൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ എക്സ് നോട്ടും വൈ നോട്ടും സൊല്യൂഷൻസ് ആണെങ്കിൽ എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ടിയും വൈ നോട്ട് മൈനസ് എ ബൈ ഡി ടിയും വീണ്ടും സൊല്യൂഷൻസ് ആണ്. ടി എന്ന് പറയുന്നത് ആർബിട്രറി, ടിക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദി കംപ്ലീറ്റ് സൊല്യൂഷൻ ഓഫ് ദി ലീനിയർ ഡൈഫൻഡൈൻ ഇക്വേഷൻ 172x പ്ലസ് 20y ഈക്വൽ ടു 1000. അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ പഠിച്ചത്, എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സിക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ജി സി ഡി ആയ ഡി എന്ന് പറയുന്നത് സിനെ ഡിവൈഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതായത് ഈ കേസിൽ നമുക്ക് എന്ത് പറയാം, 172-ൻ്റെയും 20-യുടെയും ജി സി ഡി അത് എത്രയാണെന്ന് നമുക്കറിയില്ല. ആ നമ്പർ 1000-നെ ഡിവൈഡ് ചെയ്താൽ നമുക്കിതിനൊരു സൊല്യൂഷൻ പോസിബിൾ ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് ജി സി ഡി കാണാം. നമുക്ക് യൂക്ലിഡിയൻ അൽഗോരിതം യൂസ് ചെയ്തിട്ട് ജി സി ഡി കാണാം. എന്തായിരുന്നു യൂക്ലിഡിയൻ അൽഗോരിതം, 172-നെ ആദ്യം 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് റിമൈൻഡർ എന്താണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ എഴുതി പോകുന്നതായിരുന്നു. അപ്പോൾ 8 × 20 + 12. അടുത്തത് എന്താ, 20-നെ 12 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1 × 12 + 8 എന്ന് കിട്ടി. ദെൻ 12-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 12-നെ എന്തെഴുതാം, 1 × 8 + 4 എന്ന് എഴുതാം. ദെൻ 8-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2 × 4 + 0 എന്ന് കിട്ടി. ലാസ്റ്റ് 0, റിമൈൻഡർ 0 കിട്ടി. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജി സി ഡി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ജി സി ഡി എത്രയാണ് വന്നത്, ഇവിടുത്തെ ജി സി ഡി എന്ന് പറയുന്നത് 4 ആണ്. ഇതാണ് ലാസ്റ്റ് നോൺ സീറോ ജി സി ഡി, അതാണ് ഇവിടുത്തെ റിമൈൻഡർ വന്നത്, അതാണ് ഇവിടുത്തെ ജി സി ഡി. ഓക്കെ, അപ്പോൾ 172-ൻ്റെയും 20-യുടെയും ജി സി ഡി എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇനി 4 എന്ന് പറയുന്നത്, അപ്പോൾ ജി സി ഡി 4 ആണ്. സിയുടെ വാല്യൂ എന്താണ് ഇവിടെ, സി എന്ന് പറയുന്നത് ഇവിടെ 1000 ആണ്. അപ്പോൾ ഡി ഡിവൈഡ് സി ആണെങ്കിലാണ് സൊല്യൂഷൻ ഉണ്ടാവുക. ഇവിടെ 4 ആണ് ജി സി ഡി വന്നത്, അത് എന്തായാലും 1000-നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇനി നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഈ 4-നെ നമ്മൾ 172-ൻ്റെയും 20-യുടെയും ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതുമ്പോൾ 172-ൻ്റെയും 20-യുടെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എങ്ങനെ എഴുതിയാൽ മതി, നേരത്തെ നമുക്ക് യൂക്ലിഡിയൻ അൽഗോരിതം വെച്ച് നമ്മൾ എഴുതിയില്ല, അതിൻ്റെ ബാക്ക്വേർഡ് എഴുതി പോയാൽ മതി. 4 = 12 - 8 എന്ന് എഴുതാം. അപ്പോൾ 12 - 8-ന് പകരം നമുക്ക് എന്ത് എഴുതാം, 20 - 12 എന്ന് എഴുതാം. ഇതിൽ നിന്നാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ, ഈ ഒരു യൂക്ലിഡിയൻ അൽഗോരിതത്തിൽ നിന്നാണ് ബാക്ക്വേർഡ് എഴുതി പോകുന്നത്. അപ്പോൾ അതിന് വീണ്ടും നമുക്ക് 2 × 12 - 20 എന്ന് എഴുതാം. വീണ്ടും 2 × 12-ന് പകരം 172 - 8 × 20 എന്ന് എഴുതാം, -20 എന്ന് എഴുതാം. അവസാനം 2 × 172 - 17 × 20 എന്ന് നമുക്ക് 4-നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ആവശ്യം എന്താണ്, ശരിക്കും 1000-നെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാനാണ്. നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 1000 ആണ് അല്ലേ, സിയുടെ വാല്യൂ 1000 ആണ്. അപ്പോൾ സൊല്യൂഷൻ അല്ല, എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്ന് പറയുന്നത് സിയുടെ വാല്യൂ 1000 ആണ്. അപ്പോൾ 1000 ആവാൻ എന്ത് ചെയ്താൽ മതി, 1000 = ഇവിടെ 100 അല്ല കേട്ടോ, 1000 എന്നാണത്. ഇത് 1000 ആണ്, ശ്രദ്ധിക്കണം, ഇത് 1000 ആണ്. 1000 = നമുക്ക് എന്ത് എഴുതാം, 250 × 4 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 250 × ഇപ്പോൾ കിട്ടിയ 4-ൻ്റെ എക്സ്പ്രഷൻ അവിടെ കൊടുക്കുക. അതായത് 2 × 172 + -17 × 20 എന്ന് കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക, 500 × 172 - 4250 × 20 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ഏത് ഫോമിലാണ് എഴുതിയത്, എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി ഫോമിൽ എഴുതാൻ പറ്റുന്നില്ലേ. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്, എ എന്ന് പറഞ്ഞാൽ 172 ആയിരുന്നു, ബി എന്ന് പറഞ്ഞാൽ 20 ആയിരുന്നു അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, എക്സിൻ്റെ വാല്യൂ 100 എന്നും കിട്ടി, വൈയുടെ വാല്യൂ എന്താ കിട്ടിയത്, -4250 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സൊല്യൂഷൻസ് കിട്ടി. ഓക്കെ, അതായത് എക്സിൻ്റെ വാല്യൂ 500-ഉം വൈയുടെ വാല്യൂ -4250 എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ എന്താ കിട്ടിയത്, നമുക്ക് എന്തായാലും ഒരു സൊല്യൂഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടി.
ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് പോസിബിൾ ആണ്. കാരണം എക്സിന് പകരം എന്ത് കൊടുത്താൽ മതി, എക്സ് നോട്ട് പ്ലസ്, നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ് നോട്ട് പ്ലസ് ഇവിടെ എക്സ് നോട്ട് പ്ലസ് ഒരു മിനിറ്റ് എക്സ് നോട്ട് പ്ലസ് ഇവിടെ എങ്ങനെ എഴുതാം, എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി. ഓക്കെ, ബി ബൈ ഡി ഇൻറ്റു ടി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ഒരു വീണ്ടും സൊല്യൂഷൻ കിട്ടും. അതുപോലെ വൈ നോട്ട് പ്ലസ് വൈ ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് എ പ്ലസ് അല്ല മൈനസ് ടോ വൈ നോട്ട് മൈനസ് എ ബൈ ഡി ഇൻറ്റു ടി എന്ന് എഴുതി കഴിഞ്ഞാൽ വീണ്ടും വേറെ സൊല്യൂഷൻസ് കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ട് സൊല്യൂഷൻസ് കിട്ടും. ഈ ടിക്ക് നമ്മൾ വാല്യൂസ് മാറി മാറി കൊടുക്കുന്നതിനനുസരിച്ച് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് പോസിബിളാണ്. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻസ് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിന് പോസിറ്റീവ് സൊല്യൂഷൻസ് പോസിബിൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോസിറ്റീവ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ നമുക്ക് കിട്ടിയത് വൈയുടെ വാല്യൂ നെഗറ്റീവായിട്ടാണ്, എക്സിൻ്റെ വാല്യൂ പോസിറ്റീവായിട്ടാണ്. രണ്ടും പോസിറ്റീവായിട്ട് ഒക്കെ അറിയുമോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഈ ടിക്ക് നമ്മൾ ഏത് വാല്യൂ കൊടുക്കുമ്പോഴും രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഇതും എന്തായിരിക്കണം, ഇതും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, ഇതും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ടിക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണോ ഇത് പോസിറ്റീവ് ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 5t പ്ലസ് 500 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. മൈനസ് 43t മൈനസ് 4250 എന്നുള്ളതും എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അപ്പോൾ അതിൽ നിന്ന് രണ്ടും നമുക്ക് എന്താ എഴുതാം, 5t പ്ലസ് 500 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, 5t ഗ്രേറ്റർ ദാൻ 500 മൈനസ് 500 ആയിരിക്കണം. അതുപോലെ തന്നെ മൈനസ് 14t ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം, 4250 ആയിരിക്കണം. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, രണ്ടിൽ നിന്നും നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇത് എഴുതുകയാണെങ്കിൽ അതായത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇതിൽ നിന്ന് നമുക്ക് ടി ഗ്രേറ്റർ ദാൻ മൈനസ് ടി കേട്ടോ, മൈനസ് ടി ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ അങ്ങനെ എഴുതാം അല്ലേ, അതാണ് നല്ലത്. മൈനസ് ടി ഗ്രേറ്റർ ദാൻ 4250 ഡിവൈഡഡ് ബൈ 43 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ടി എന്താവും, ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്യണം, ഇങ്ങനെയോ ലെസ് ദാൻ ആവും. 43 ബൈ ഇങ്ങനെ എഴുതാം. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എഴുതിയിട്ടുള്ളതാണ് ഇത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ടിയുടെ വാല്യൂ ഇതിൻ്റെ രണ്ട് വാല്യൂസിൻ്റെ എടുക്കും, മൈനസ് 98 ഇൻറ്റു 36/43 ഗ്രേറ്റർ ദാൻ ടി ഗ്രേറ്റർ ദാൻ മൈനസ് 100 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഈ രണ്ട് വാല്യൂസിൻ്റെ ഇടയ്ക്കാണ് ടിയുടെ വാല്യൂ കിട്ടണേ. അതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ മൈനസ് 100 ആണ്, ഇവിടെ മൈനസ് 98 ഇൻറ്റു സം ഫ്രാക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്താ എഴുതാൻ പറ്റും, ഇതിൻ്റെ വാല്യൂ ടി എന്ന് പറയുന്നതിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ പിന്നെ ഏത് മാത്രമാണ്, ഇതിന് രണ്ടിൻ്റെ ഇടയിൽ കിടക്കുന്ന ഇൻറ്റീജർ വാല്യൂ ഏത് മാത്രമാണ്, മൈനസ് 99 എന്നുള്ള വാല്യൂ മാത്രമല്ല ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടക്കുന്നുള്ളൂ. അപ്പോൾ ടിക്ക് എടുക്കാൻ പറ്റുന്ന ഇൻറ്റീജർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏത് മാത്രമാണ്, മൈനസ് 99 മാത്രമാണ്. ഓക്കെ, ആ വാല്യൂ അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ വാല്യൂ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്നറിയോ, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഇതിൽ ഈ ടിക്ക് മൈനസ് 99ഉം ഇവിടെയും ടിക്ക് മൈനസ് 99 എന്നുള്ള വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, എക്സ് ഈക്വൽ ടു 5 എന്നും വൈ ഈക്വൽ ടു 7 എന്നും കിട്ടി. അപ്പോൾ രണ്ടും പോസിറ്റീവായിട്ട് കിട്ടിയില്ലേ, എക്സിന് 5ഉം വൈക്ക് 7ഉം കിട്ടി. ഓക്കെ, അപ്പോൾ അതിന് എന്ത് ഇൻറ്റീജർ സൊല്യൂഷൻസ്, രണ്ടും പോസിറ്റീവായിട്ടുള്ള ഇൻറ്റീജർ സൊല്യൂഷൻസ് പോസിബിൾ ആണെന്ന് കിട്ടി. ഇനി ഒരു കൊറോളറി, അതായത് നമ്മളിപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തതാണ്, ഇഫ് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1, അതായത് എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ x naught y, if x naught y naught is a particular solution of the linear Diophantine equation ax plus by equal to c, then all solutions are given by x equal to x naught plus bt and y equal to y naught minus at. For അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, x equal to x naught plus b by d into t എന്നായിരുന്നു അല്ലേ. ഇവിടെ d എന്ന് പറഞ്ഞാൽ ജി സി ഡി 1 ആണ്, ജി സി ഡി 1 ആകുമ്പോൾ ഡിക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ ബി ടി എന്നാണ് കിട്ടുക. അതുപോലെ അപ്പുറത്ത് കിട്ടിയത് y naught minus a by d എന്നായിരുന്നു, d 1 ആണ്, അപ്പോൾ a t എന്ന് കിട്ടും. ഓക്കെ, അതിലിപ്പോൾ പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യാനൊന്നും നമുക്കില്ല. അപ്പോൾ അത് വെച്ചിട്ടൊരു തിയറല്ല ഒരു പ്രോബ്ലം ചെയ്തിരിക്കുകയാണ്. 5x + 22y = 18. അതിന് രണ്ട് സൊല്യൂഷൻസ് അവർ തന്നിട്ടുണ്ട്, 8ഉം -1ഉം. ഇനി ജി സി ഡി എന്താ, എയുടെയും ബിയുടെയും ജി സി ഡി എന്ന് പറഞ്ഞാൽ 1 ആണ്. 5ക്കും 22ക്കും കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല, അപ്പോൾ അത് അതിൻ്റെ ജി സി ഡി 1 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, x = x naught plus bt എന്ന് പറഞ്ഞാൽ 8 + 22t. അതുപോലെ y = y naught എന്ന് പറഞ്ഞാൽ -1 മൈനസ് എ ടി എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണ്, 5t. ഓക്കെ, ടി ആക്കി ആർബിട്രറി വാല്യൂസ് ഇങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ജി സി ഡി 1 ആണെങ്കിൽ ഡയറക്റ്റായിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും, 1 അല്ലെങ്കിൽ അത് b by d a by dയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ.